ശാസ്ത്രീയമായ അടിത്തറ എനിക്കറിയില്ല. അത് അനുഭവത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അതറിയാൻ ഇന്ന് തന്നെ പണി പറയാം. ഒരു 100 ഗ്രാം മുളക് വാങ്ങിക്കുക, ചുവന്ന മുളക്. വീട്ടിൽ പല കാര്യങ്ങളും കാണുന്ന ജീവികളുള്ള ആ ജീവിയെ, രോഗികളുണ്ട് ആ രോഗികളെ, അതിൽ നിന്നൊരു 10 മുളകെടുത്ത് ഉഴിഞ്ഞിട്ട് അടുപ്പിലിടുക. പലപ്പോഴും മണമുണ്ടാകുന്നില്ല. മണമുണ്ടായി വരുമ്പം മുളക് പൂത്തതാണ് എന്നൊക്കെയാണ് കാരണമെങ്കിൽ അപ്പുറത്തെ പൊതിയിൽ ബാക്കി മുളക് ഇരിപ്പുണ്ടല്ലോ, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിടുക അടുപ്പിൽ. അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. ചില മരുന്നുകൾ മേടിച്ചുകൊണ്ട് അലമാരിയിൽ വെച്ചിരിക്കുമ്പോൾ ആ മരുന്നൊക്കെ ആളുകൾ ഇങ്ങനെ പൊക്കി നോക്കിയിട്ട് വെച്ചിരിക്കണം. ആ മരുന്നിനൊഴിഞ്ഞിട്ടിടുക, മണം ഉണ്ടാവില്ല. വെറുതെ ഒരു മുളക് ഇടുക, ഒഴിയാതെ, മണം ഉണ്ടാവും. വീട്ടിൽ പശുവുണ്ട്, പട്ടിയുണ്ട്. അതിനെയൊക്കെ വന്ന് കണ്ടിങ്ങനെ പലരും അഭിപ്രായമൊക്കെ പറഞ്ഞേച്ച് പോകുമ്പോൾ അതിങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ ഒരു മുളക് ഒഴിഞ്ഞൊന്നിട്ട് നോക്കുക. കുറയുന്നത് രണ്ടാമത്തെ കാര്യം. ഒഴിഞ്ഞിടുമ്പോൾ മണം വരുന്നില്ല എങ്കിൽ മുളകിൻ്റെ മണത്തെ ഇല്ലാതാക്കാവുന്ന ഒരു ദൃഷ്ടി അല്ലെങ്കിൽ വാക്കുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതിന് പുറത്തൊരെണ്ണം പൂട്ടിയാലും മതി. ഇതിനു വേണ്ടി ഒരു ടെസ്റ്റല്ലേ, അത് ചെയ്യാൻ പ്രശ്നമില്ല. ഉപ്പ് ഒഴിഞ്ഞിട്ടാൽ പൊട്ടാതിരിക്കും, മറ്റേ ഉപ്പ് പൊട്ടും. അതുകൊണ്ട് നമുക്കിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്. മുളകാകുമ്പോഴും മണം വന്നില്ല എന്നുള്ളതിൽ നിന്ന് ടെസ്റ്റ്. അത് മാറാൻ ചെയ്യുന്ന പരിപാടിയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതിൻ്റെ ടെസ്റ്റ്. മുളകിൻ്റെ മണത്തെ നഷ്ടപ്പെടുത്തുന്ന അങ്ങനെയുള്ള ആളിനൊരു കുരുമുളക് കടിക്കാൻ കൊടുത്തു നോക്കുക, എരിവുണ്ടാവില്ല. അപ്പോൾ ദൃഷ്ടിദോഷമുണ്ടല്ലേ സംഭവിക്കുന്ന. ആ ദ്രവ്യത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുന്ന വിധം ഇവർക്ക് പരിണാമം വന്നിരിക്കുന്നു. അതിൻ്റെ സ്വഭാവം എരിവുണ്ടാക്കുന്നതാണ്. നമുക്ക് വളരെ അടുത്തറിയാവുന്ന വളരെ യുക്തിവാദികളായ പല ആളുകളും വരണ്ടു പോയിട്ടുള്ള സന്ദർഭമുണ്ട്. പ്രൊഫസർ രാധാദേവി, കായംകുളം. ഹസ്ബൻഡ് ഫിസിക്സിൻ്റെ പ്രൊഫസറാണ്, ഇവരും ഫിസിക്സിൻ്റെ പ്രൊഫസറാണ്. മകൻ ഫിസിക്സ് MSc പഠിക്കുകയാണ്. അദ്ദേഹത്ത് എക്സിമയാണ്. വളരെ വിഷമിച്ച് വന്നു. നമ്മൾ മരുന്നെല്ലാം കൊടുത്തു, എല്ലാം മാറി. രണ്ടാമതൊരു പ്രാവശ്യം വന്നു. അപ്പോൾ രണ്ടാമതൊരു പ്രാവശ്യം വന്നപ്പോൾ നമുക്കുറപ്പാണ് സംഗതി ശകലം ക്രിട്ടിക്കലാണ്. വർഷങ്ങൾ കഴിഞ്ഞാൽ വരുന്നത്, 3 വർഷം കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ക്രിട്ടിക്കലായി ചോദിച്ചപ്പോൾ അവരുടെ ഒരു ബന്ധു ഫോറിനിൽ നിന്ന് വന്നിട്ട് ചോദിച്ചു, നിന്നെ കണ്ടാലിപ്പോൾ സൗന്ദര്യമൊക്കെ ആയിരിക്കുന്നല്ലോ, നിൻ്റെ രോഗം എങ്ങനെയാണ് പോയത്, എന്ത് കഴിച്ചിട്ടാണ് പോയതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ വളരെ നയപരമായി ചോദിച്ച് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതെല്ലാം ഇങ്ങനെ കേൾക്കുന്ന കൂടെ കേട്ട് ഇങ്ങനെ ഒരു പേപ്പറാ ചുമ്മാ ഇങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരുന്നു. ഇവരുടെ മുഖത്തേക്ക് നോക്കാതെ കുത്തി വരച്ചുകൊണ്ടിരുന്ന് ചോദിക്കുക. അങ്ങനെ ചോദിച്ചു കുറേ നേരം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളതിൽ നിന്ന് ഊഹിച്ചു ഈ വന്നയാൾ തലയിൽ കൊടുത്തതാണ് ഈ സാധനം. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു മുളകൊന്നും ഒഴിഞ്ഞിടരുത് എന്ന് ചോദിച്ചു. സ്വാമിജി, വീട്ടിൽ ഞങ്ങളെല്ലാം കടുത്ത യുക്തിവാദികളാണ്. സ്വാമിജിയെ ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചത് ഒരു യുക്തിവാദി ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോഴും അത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴാണ് നമുക്കൊരവസരം ടെസ്റ്റ് ചെയ്യാൻ. കാരണവന്മാരിങ്ങനെയൊക്കെ പറയുന്ന അന്ധവിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യാൻ ഇനി നിങ്ങളെ എനിക്ക് കിട്ടുകയല്ല. ഇതുപോലെ ഞാനിപ്പോൾ മരുന്ന് തന്ന് രോഗം അങ്ങ് മാറുകയാണ് വീണ്ടും. പക്ഷേ എനിക്ക് ഇപ്പോൾ ഒരു അവസരം കിട്ടില്ല. എനിക്കിപ്പോൾ കിട്ടിയൊരു അവസരം ഞാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പഴയ അന്ധവിശ്വാസമൊക്കെ ശരിയാണോ എന്നറിയാം. അത് ശരിയല്ലെന്നാണ് എൻ്റെ വിശ്വാസം. മുളകിൻ്റെ മണമൊന്നും ഇല്ലാതാകുമൊന്നുമില്ല. അതുകൊണ്ട് ഞാനതിൽ വിശ്വസിക്കുന്നില്ല ഒരു ശതമാനം. ഞാനിതുവരെ ആർക്കും ചെയ്തു നോക്കിയിട്ടില്ല. 1000 പേർക്ക് ചെയ്തു നോക്കിയിട്ടുണ്ട്, എല്ലാം സക്സസ് ആണ്. അതവരോട് പറഞ്ഞു കൊടുത്ത് ആദ്യം വിശ്വസിപ്പിച്ചില്ല, അന്നേരം നെഗറ്റീവായി പറഞ്ഞു. അവർ വീട്ടിൽ ചെന്നു, ഭർത്താവും പറഞ്ഞു നമുക്ക് നോക്കിക്കളയാം. 100 ഗ്രാം മുളക് മേടിച്ചുകൊണ്ട് വന്നു, വീട്ടിൽ വെച്ചു. ഞാൻ പറഞ്ഞ 21 ഒഴിഞ്ഞിടാനാണ്. 21 ഒഴിഞ്ഞിട്ടു, മണമില്ല.
അപ്പം എന്നെ വിളിച്ചു, സ്വാമിജി മണക്കുന്നില്ല. ഞാൻ പറഞ്ഞ പൂത്ത മുളകായിരിക്കും. മണക്കായിരിക്കുമോ മുളക്? അതിൽ പറഞ്ഞാൽ ഒഴിയാതിട്ട് നോക്കിയാൽ മണം വരുമോയെന്നറിയാമല്ലോ, എന്നിട്ട് തീരുമാനിക്കാം. അല്ലാതെ പൂത്ത മുളക് മേടിച്ചുകൊണ്ടെന്ന് വെച്ച് ഒഴിഞ്ഞിട്ടിട്ട് മണം വരുന്നില്ല എന്ന് പറയുക. നിങ്ങളെപ്പോലുള്ളവരൊന്നും ഇത്രയും മോശമാകരുതെന്നൊക്കെ പറഞ്ഞ് ഒരു വിരട്ട് വരട്ടി. അപ്പോൾ ഉടനെ ഒരു മുളക് എടുത്തിട്ടു. അയൽവക്കംകാരോട് ഓടി വന്നു. തൊട്ടടുത്ത് വീടുകളാണ്. എന്തോ നിങ്ങൾ അടുപ്പിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു ഓടി വന്നു. കേടായി. അപ്പോൾ വീണ്ടും എന്നെ വിളിച്ചു. ഭയങ്കര മണമാണ്, ഇത്രയും മണമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 41 എടുത്ത് ഒന്നുകൂടി കിട്ടി. 41 ഇട്ടപ്പോഴും മണമില്ല. ഞാൻ പറഞ്ഞു അടുത്ത ക്ഷേത്രത്തിൽ പോയി ചിലപ്പം പുണ്യാഹം മേടിച്ചു കൊണ്ടുവന്ന് ദേഹത്തൊക്കെ ഒന്ന് തെളിച്ച് ഒരു പറ്റുമെങ്കിൽ പോയി ഒന്ന് തൊഴുത് കഴിഞ്ഞിട്ടൊന്നിട്ട് നോക്കി. മുമ്പത്തെ അന്ധവിശ്വാസത്തിൻ്റെ ബാക്കി ഭാഗമാണ് കാരണവന്മാർ പറഞ്ഞിരിക്കുന്നത്. ശരിയായിരിക്കാൻ വഴിയില്ല ഒന്ന് നോക്കാം. എന്നിട്ട് വന്ന് 41 മുളക് ഒഴിഞ്ഞിടാൻ പറഞ്ഞു. പിറ്റേ ദിവസം അപ്പം വേറെ മുളക് മേടിച്ചുകൊണ്ട് വന്നു. 41 പിറ്റേ ദിവസം ഒഴിഞ്ഞിട്ടപ്പോൾ ചെറിയ മണമുണ്ട്. നല്ല മണമായില്ല, ചെറിയ മണമുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റാണ്. ഞാൻ പറഞ്ഞു അതിലൊരു 6-7 ദിവസത്തേക്ക് അടുപ്പിച്ചിട്ടോളാം. ഇട്ട് മണം വന്നു കഴിഞ്ഞാൽ പറഞ്ഞു മരുന്ന് കഴിച്ചോളാം. ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം, നിങ്ങളുടെ അയൽവക്കത്ത് നിങ്ങളുടെ വീട്ടിലുമൊക്കെ. പരീക്ഷിച്ച് സക്സസ് ആയില്ലെങ്കിൽ പറയാം. ഇത് സാമൂഹിക ജീവിതക്രമമായതുകൊണ്ട് വളരെ കൂടുതലാണ്. മാത്രമല്ല അസൂയ വളരെ കൂടുതലാണ്. അതെ അതെ, മിക്ക വീടുകളിലും നിങ്ങളുടെ വീടിന് മുമ്പിൽ വരയ്ക്കുന്ന കോലം വരെ അതിനാണ്.